അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ PKR ഫുഡ്സിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാറിന്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം സാറേ. നമസ്കാരം. സാറിന്റെ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് റൌഫ്. സാറേ, നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? 16 വർഷമായില്ല നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ സാർ, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇവിടെ ചെയ്യണം? മെയിൻലി ഞങ്ങൾ കൂടുതലും പിക്കിളാണ് ചെയ്യുന്നത്. പിക്കിൾസ് ആണ് സാർ മാനുഫാക്ചറിംഗ് ചെയ്യുന്നത്. എന്തൊക്കെ പിക്കിൾസ് ആണ് സാർ ചെയ്യണേ? ഞങ്ങൾ ഇപ്പൊ ഫിഷ്, പ്രോണ്, ചിക്കൻ, ബീഫ്. ഇത് നോൺ വെജ് യൂണിറ്റ് ആണ്. രണ്ടും കൂടി ഒരു യൂണിറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിഞ്ഞാൽ അത് സ്മെല്ലും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വെജിന് കയറി പിടിക്കും. അതിന് സെപ്പറേറ്റ് യൂണിറ്റേ പാടുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് പള്ളിപ്പുറത്ത് പടപ്പുറം എന്നും പറഞ്ഞ പൂച്ചാക്കൾ മണപ്പുറം എന്നും പറഞ്ഞ ഇവിടെ പുതിയൊരു യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ വെജ് ചെയ്യുന്നത്. വെജ് ചെയ്യണേ അല്ലേ? നമ്മുടെ JJ മിഷനറീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ സാറിന് നമ്മൾ തന്നിരിക്കുന്ന ഒരു പൾവറൈസർ ആണ് അല്ലേ സാറേ? ഓക്കെ സാർ, നമ്മുടെ മിഷനറിനെ പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? ഇതുവരെ എടുത്തിട്ട് യാതൊരു സർവീസും ചെയ്യേണ്ടി വന്നിട്ടില്ല. സാർ എടുത്തതിന് ശേഷം ഇതുവരെ നമ്മുടെ മിഷനറിയുടെ ഭാഗത്തുനിന്ന് കംപ്ലൈന്റ് വന്നിട്ടില്ല. സാർ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മുടെ മിഷനറിയിൽ സഹകരണങ്ങൾ നല്ല ഡീലിംഗ് ആയിരുന്നു അവര്. ഇന്നുവരെ എടുത്തതിന് എന്ത് പ്രശ്നം പറഞ്ഞാലും അവര് സർവീസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സാറിന് ഇതുവരെ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ നമ്മുടെ മിഷനറിയിൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്നൊക്കെ സംശയങ്ങൾ ചോദിച്ചാൽ അവര് കറക്റ്റ് ആയിട്ട് സാർ വിളിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിൽ വരില്ല. പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മകനാണ്. അപ്പൊ അവൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫില്ലിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. രണ്ടാമത്തെ കല്ലിൽ നമ്മൾ കടുക്, സ്പൈസസ് കാര്യങ്ങളും. പിന്നെ ഇത് ഞാൻ ഇവിടെ യൂണിറ്റിന്റെ പോയപ്പോൾ ജസ്റ്റ് ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ എന്റെ ഒരു മനസ്സിലുള്ള ഒരു മിഷനറി അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇന്നുവരെയും ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. യാതൊരുവിധ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സംശയം തന്നാൽ അവര് ഓടി ഇവിടെ എത്തും. നമ്മുടെ ആ സംശയങ്ങൾ അവർ തീർത്തു തരും. സാറിന് ഇഷ്ടപ്പെട്ട ഒരു മിഷനറി സാറിന് എന്റെ മനസ്സിലിണങ്ങിയ ഒരു ഇഷ്ടപ്പെട്ട ഒരു മെഷീനാണ് ഇത്. ഞാൻ പല മെഷീനുകൾ ഉണ്ടെങ്കിലും എന്റെ മനസ്സിലിണങ്ങിയത് ഇതായിരുന്നു. അങ്ങനെയാണ് എന്റെ റിയാക്ഷൻ പറഞ്ഞത്. നമുക്ക് ഇതുവെല്ലാം റെഡിയാക്കാം. അതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നുവരെ ഞാനവർക്ക് കൈകാര്യം ചെയ്യുന്നത്. സാറാണ് ഇതിന്റെ വർക്കിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കൈകാര്യം എന്റെ മനസ്സിനുണ്ടെങ്കിൽ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇതിന് വന്നിട്ടില്ല. പിന്നെ എന്റെ ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്വിച്ചിന് ചെറിയൊരു പ്രോബ്ലം വന്നു. അത് മെഷീനായിട്ട് ബന്ധപ്പെട്ട് സ്വിച്ചുമായിട്ട് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നൊരു മെഷീനായിട്ട് യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല.